കോടതി വിധി ഉണ്ടായി. കോടതിയിൽ കേസ് കൊടുത്തതാരാണ്? കോടതി വിധി അനുകൂലമല്ല എന്ന് കണ്ടപ്പോൾ റിട്ട് ഹർജി കൊടുത്തു, അത് തള്ളി. കുറേറ്റീവ് പെറ്റീഷൻ കൊടുത്തു, അത് തള്ളി. ഇനിയും കോടതി വിധിക്ക് അപ്പുറത്തുള്ള ഒരു നീതിയെക്കുറിച്ചാണ് പറയുന്നത്. കോടതിക്കപ്പുറത്ത് എന്ത് നീതിയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല പ്രിയമുള്ളവരെ. നാട്ടിൽ പുലി വരുന്നേ എന്നുള്ള കുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ പറഞ്ഞു നടന്നു, മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നുവെന്ന്. മനുഷ്യാവകാശ കമ്മീഷൻ വന്നു, അവരന്വേഷിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ അസന്ദിഗ്ധമായി അവര് പ്രഖ്യാപിച്ചു, പള്ളിയുടെ 934 ഭരണഘടന പ്രകാരം നിയമിതനായിരിക്കുന്ന വികാരിക്ക് മാത്രമേ ശവസംസ്കാരം നടത്താനായിട്ട് കഴിയുകയുള്ളൂ എന്ന്. കട്ടും പാത്തും പാതിരാത്രിക്കും ശവസംസ്കാരം നടത്തുന്ന നിങ്ങൾക്കാണോ പള്ളി വേണ്ടത്? 6-7 മിനിറ്റ് കൊണ്ട് കുർബാന ഒരു അവഹേളനമാക്കി അതിനെ നടത്തുന്ന നിങ്ങൾക്കാണോ പള്ളി വേണ്ടത്? നിങ്ങൾ ക്രിസ്തീയതയെ കുറിച്ച് പറയുന്നല്ലോ, ഔഗേൻ ബാവായോട് നിങ്ങളുടെ പൂർവികർ ചെയ്തത് ഞങ്ങൾ മറന്നിട്ടില്ല. ഗീവർഗീസ് ബാവായെ പരസ്യമായി ആക്ഷേപിച്ചത് ഞങ്ങൾ മറന്നിട്ടില്ല. അതിന്റെ സന്തതി പരമ്പരകൾ ഇപ്പോഴത്തെ പരിശുദ്ധ ബാവാ തിരുമേനിയെയും വെറുതെ വിടുന്നില്ലല്ലോ. തിരുമേനിയുടെ കോലം കത്തിക്കാൻ മേലധ്യക്ഷന്മാർ വരെ അത് അവരുടെ സാന്നിധ്യത്തിൽ നടന്നു. അവരാണ് ക്രിസ്തീയതയെ കുറിച്ച് പറയുന്നത്. പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തി, അതൊക്കെ മേലധ്യക്ഷന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു. നിങ്ങളാണോ ക്രിസ്തീയതയെ കുറിച്ച് പറയുന്നത്? സെക്രട്ടേറിയറ്റ് വളഞ്ഞ് തിരുവനന്തപുരത്ത് നിങ്ങൾ സമരം നടത്തിയപ്പോൾ നിങ്ങളുടെ ആൾക്കാർ മഹാപരിശുദ്ധനെന്ന് ഞങ്ങൾ വിളിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്ന വാട്ടശ്ശേരിൽ തിരുമേനിയെ കൂർമ്മ ബുദ്ധി കൊണ്ട്, ദൈവകൃപ കൊണ്ട് ഈ സഭയുടെ ഭാവിക്ക് വേണ്ടി ഒരു നല്ല ഭരണഘടന ഉണ്ടാക്കി തന്ന പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയെ നിങ്ങൾ വിളിച്ച അസഭ്യത്തിനും പുലഭ്യത്തിനും കണക്കില്ല. നിങ്ങളോടാണോ ഞങ്ങൾ കൂട്ടുകൂടേണ്ടത്? നിങ്ങളാണോ ഈ പാവപ്പെട്ട ഞങ്ങളെ ക്രിസ്തീയത പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, മലങ്കര സഭയുടെ സംവിധാനങ്ങളിൽ ചുമതലപ്പെട്ടവർ എടുക്കുന്ന തീരുമാനത്തിന്റെ പുറകെ നിരണം ഭദ്രാസനവും ഈ ഭദ്രാസനത്തിലെ വൈദികരും ഇതിലെ സമസ്ത വിശ്വാസികളും പരിശുദ്ധ ബാവാ തിരുമേനി അങ്ങയുടെ കൂടെയുണ്ട്, അങ്ങയുടെ പുറകിലുണ്ട്. ഇനിയും വഞ്ചിക്കപ്പെടുവാൻ നമുക്കോ നമ്മുടെ സന്തതിക്കോ ഒരവസരം ഉണ്ടാക്കരുത് എന്ന വിനീത അപേക്ഷയോടെ